സിദ്ധു. ദേവിക എവിടെയാ? വീട്ടിലാ. അപ്പൊ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇറങ്ങോ. ദേവിക ഒന്ന് വേഗം വാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലെത്തണം. ഒരു ജാമ്യം മൂവ് ചെയ്യാനുണ്ട്. ഞാൻ ദാ എത്തി. എടി കൊച്ചേ, ഇങ്ങോട്ടൊന്ന് അടുത്ത് വന്നേടി. എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിച്ചിരുത്ത്. അയ്യോ, ഒന്ന് പതുക്കെ. അയ്യോ, എന്റെ നടുവേ. അല്ല, എങ്ങോട്ടാ പോവാണെന്ന് തോന്നുന്നു. അതെ, ആശുപത്രിയിലോട്ട് പോണം. ഞാൻ ചെന്നാലല്ലേ സിദ്ധുവിന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂ. അപ്പൊ ഇവിടെ ആരാ? ഇവിടെ. എന്നെക്കാളും വലുതല്ലേ നിനക്ക് പ്രേമ? അങ്ങനെയല്ല മുത്തശ്ശി, അവിടെ കൂട്ടു നിൽക്കാൻ വേറെ ആരും ഇല്ല. പിന്നെ ഇവിടെയുണ്ടോ? ആദ്യം സ്വന്തം കുടുംബത്തോട് സ്നേഹം കാണിക്കും, എന്നിട്ട് മതി അന്യരോട് കാണിക്കല്. ഓ, എന്റെ പാർവതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും കാല് പിടിക്കേണ്ടി വരുമായിരുന്നു. അവളില്ലാത്തത് കൊണ്ടല്ലേ ഒരു അനാഥ പ്രേതം പോലെ എനിക്ക് ഇവിടെ കഴിയേണ്ടി വരുന്നത്. മുത്തശ്ശി എന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? ഞാൻ ചെന്നില്ലെങ്കിൽ സിദ്ധുവിന് ഓഫീസിൽ പോകാൻ പറ്റില്ല. അവിടെ ചന്ദ്രയുണ്ടല്ലോ, അവളോട് പാമ്പറ. എല്ലാം അറിയുന്ന മുത്തശ്ശി എന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവർ പിരിയാൻ പോവല്ലേ. സിദ്ധുവിനാണെങ്കിൽ ചന്ദ്രയുടെ മുഖം കാണുന്നതേ അലർജിയാ. അതുകൊണ്ട് നിനക്ക് ഗുണമായില്ലേ? നമ്മൾ എന്തിനാ ഇപ്പൊ ഈ സമയത്ത് ഇതൊക്കെ പറയുന്നേ? ഞാൻ എന്തായാലും അച്ഛനോട് കൂടി ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനം പറയാം. എന്റെ മോളെ, നീ എന്റെ അടുത്ത് വേണം, എനിക്കതാ ഇഷ്ടം. നീ എങ്ങോട്ടും പോവണ്ട. അച്ഛനെന്താ തോന്നുന്നു? മുത്തശ്ശി ശരിക്കും വീണതാണോ? എവിടെ, ഇതുവരെ അഭിനയല്ലേ മോളെ. ദേവിക മോളെ ആശുപത്രിയിലേക്ക് വിടരുത്, അതിനുള്ള അടവായി കാണിക്കുന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും അച്ഛാ? മുത്തശ്ശിയെ ധിക്കരിച്ചു പോയാ മുത്തശ്ശി എല്ലാവരോടും പിണങ്ങും. പിണങ്ങി എനിക്ക് പ്രശ്നമൊന്നുമില്ല, അത്രയ്ക്ക് ആശ്വാസമെന്നേ കരുതൂ. ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇതിൻ്റെയൊക്കെ പിന്നിലാ ശരത്ത, അവൻ്റെ കുബുദ്ധി ഇതല്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ഇങ്ങോട്ടെന്തെങ്കിലും ചെയ്യുമ്പോൾ അതേ നാണയത്തിൽ തന്നെ നമ്മളങ്ങോട്ട് തിരിച്ചടിക്കണം. അതെങ്ങനെ പറ്റും? മുത്തശ്ശി സമ്മതിക്കണ്ടേ? സമ്മതിക്കും. മോള് കണ്ടു, ഇപ്പൊ അഭിനയിക്കുന്നത് മുത്തശ്ശിയും ശരത്തും അല്ലേ. ഇനി അഭിനയിക്കാൻ പോകുന്നത് നമ്മൾ 3 പേരും. കൂടെ നേക്കണം കേട്ടോ. ഞാൻ നിന്നോളാം. പക്ഷെ ചേച്ചി. ദേവിയമ്മക്ക് എപ്പോഴേ കാര്യം മനസ്സിലായി. മോള് നിന്നോളൂ. മോള് കണ്ടോ ഞാൻ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. വാ. മോളെ 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 ആകെ പ്രശ്നമായെന്നാ തോന്നുന്നേ. അമ്മ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുചെല്ലാനാണ് ഡോക്ടർ പറയുന്നത്. ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് വേണമെന്ന്. ഓപ്പറേഷനോ? നിനക്കെന്താ മനോഹര, ഭ്രാന്തുണ്ടോ? ഞാനൊന്ന് നിലത്ത് വീണു, അതിനെന്തിനാ ഓപ്പറേഷൻ? എന്റെ അമ്മേ, ഞാനിപ്പോ എനിക്ക് പരിചയമുള്ള ഡോക്ടറോട് സംസാരിക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞ എന്നാന്നറിയാവോ? ഈ പ്രായത്തിൽ ഏത് ചെറിയ വീഴ്ചയും സീരിയസ് ആയിട്ട് എടുക്കണമെന്നാ. എനിക്കും അതേ അഭിപ്രായം തന്നെയാ അച്ഛൻ. എന്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മ ഇതുപോലൊരു വീഴ്ച വീണതാ. 3-ാം ദിവസം ഡിം. അയ്യോ, മരിച്ചുപോയോ? ഇല്ല, മരിച്ചില്ല, തളർന്നുപോയി. അതെ. അങ്ങനെ ഇങ്ങനെ സംഭവിച്ച എന്ത് ചെയ്യും? അതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കണ്ട, നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവാം. എടാ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആശുപത്രി കൊണ്ടുപോകാൻ മാത്രം എനിക്കൊന്നുമില്ല.